ചോദിക്കേണ്ടത്? ഞാൻ നിന്റെ ഇളതൊക്കെ തന്നെ. പിന്നെ എന്നാലും പറഞ്ഞ ഒരു അനുസരണ വേണ്ടേ? എന്താണ് നീ കാണിക്കണത്? ഇടയ്ക്ക് ഞാൻ ഈ പാത്രം ഒന്ന് കഴുകിക്കോട്ടെ. പാത്രം കഴുകിക്കോട്ട്, ഒന്ന് തറ തുടച്ചോട്ട്, ഒന്ന് ചോറ് വച്ചോട്ട്. അളിയ ബാക്കിയുള്ളതിനെ ഒരു ശ്രദ്ധയില്ല. അളിയൻ കൂടെ ഇങ്ങനെ ആയ എന്തോന്നാണ്? ഞാൻ എന്ത് ചെയ്യണെന്നാ? ഒന്നുമില്ല. വാല് പോകുമ്പോ ഞാൻ അവിടെ കിടക്കല്ലായിരുന്നു. കിടക്കായിരുന്നു. എന്നും രാവിലെ എണീക്കുന്ന ആൾ അവിടെ കിടന്നു. അല്ല, ഇന്നലെ രാത്രി കിടന്നപ്പോ ലേറ്റ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ എണീക്കുന്ന കിടന്ന് ഉറങ്ങാൻ വിചാരിച്ചു. ഉറങ്ങയല്ല, അളി ചേച്ചി തലവേദന എടുത്ത് കിടക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓ, അതാണ് ഞാൻ വിളിച്ച് ചെണീക്കാത്തത് അല്ലേ? തലവേദന കിടക്കായിരുന്നു. ഇപ്പൊ എങ്ങനെ തലവേദന മാറിയത്? ആര് പറഞ്ഞ് മാറിയെന്ന്? അപ്പൊ തലവേദന മാറിയില്ലേ? അളിയാൻ പോയ ഉടനെ ആ പൊട്ടനെ തലവേദന വെച്ചോണ്ട് വന്ന് തറ തുടക്കുകയാണ്. ചോദിച്ചപ്പോ പറയണേ ഇന്ന് ഞായറാഴ്ചയാണെന്ന്. ഞായറാഴ്ച തലവേദന ആണെങ്കിൽ രാവിലെ എണീച്ച് തറ ഉടയ്ക്കണോ? അതുകൊണ്ട് ആർക്കെന്ത് ഗുണോടി? ഇല്ല, കഴിഞ്ഞ ആഴ്ച തന്നെ തലവേദന എടുക്കണമെന്ന് പറഞ്ഞോണ്ട് മൂക്കി കൂടെ ചോര ഏൽപ്പിച്ചോണ്ട് നിന്നത്. എടി, നീ നമ്മളൊക്കെ കുഴപ്പത്തിലാക്കൂടി മുട്ടപ്പട നമ്മളെ. എന്റെ ബാലു, ഞാൻ അവിടെ തലവേദന എടുത്ത് കിടക്കായിരുന്നു. ആ സമയത്ത് ലച്ചു അങ്ങോട്ട് കയറി വന്നു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞ ആ പാത്രം ഒന്ന് കഴിവൊക്കെ. ഇങ്ങനെ അവള് പാത്രം കഴിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവളെ കാണാനില്ല. അതോ പറഞ്ഞു ഫോണും കെട്ടിപ്പിടിച്ചോണ്ട്. എനിക്ക് വയ്യേ ചേച്ചി, വിട് നീ, വിട് പയ്യെ വിട്. ആരടിക്കൂന്ന്? കയ്യിലാ സാധനം. എടി, അവക്ക് പയ്യാ നിക്കേണം. നീ കുലുക്കാതെ വിട്. നീ വീട് അവളായിട്ട് കുലുക്കാതെ. എന്തോന്ന് നിങ്ങക്ക് രണ്ടുപേർക്കും? ശരിക്കും എന്താണ് പ്രശ്നം? എനിക്കെങ്ങനെ അറിയാം? എന്തോന്ന് രണ്ടുപേർക്കും? നിന്നെ പാത്രം കഴുകാൻ വേണ്ടി ഏൽപ്പിച്ചാണാ? ആണാ? എന്നിട്ട് നീ എവിടെ പോയത്? ഞാൻ അവിടെ ഇവിടെ നിക്കുന്നുണ്ട്. നീ അവിടെ ഇവിടെ നിക്കണ്ടടി. നീ കുഴിപ്പള്ളത്ത് പോ. കുഴിപ്പള്ളത്താ? കുഴിപ്പള്ളത്ത് ഞാൻ പോവാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ പൈസ മേടിക്കാറില്ലേ? അതൊക്കെ ഞാൻ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങ് തിരിച്ച് തന്നിട്ട് ഞാൻ കുഴിപ്പള്ളത്ത് പോയിക്കോളാം. ഇടയ്ക്കിടയ്ക്ക് നിന്റെ അടുത്തുനിന്ന് പൈസ മേടിക്കാറുണ്ട്. ഓ, അങ്ങനെയാണല്ലേ? ആർക്കറിയാം? ചുമ്മാ കള്ളം പറയണ്. വേലക്കള്ളി ചുമ്മാ കള്ളം പറയണ്. ദൈവമേ, അച്ഛനാമ കള്ളം പറഞ്ഞു. ഞാനൊന്നും കിടന്ന് ബേളം വെക്കല്ലേ. മൂക്കിന്ന് ചോര വരി എനിക്ക് കാണാൻ വയ്യ. എന്റെ ദൈവമേ, കഷ്ടമാണ്. നീയാണോ പ്രശ്നം ഉണ്ടാക്കണത്? എടി, നീ എന്തിനടി കിടന്ന് ചാടിത്തുള്ളി? നിനക്ക് അനങ്ങാൻ പാടില്ലടി. നിനക്ക് അസുഖമില്ലടി. എന്ത് നിങ്ങളാ സീനുണ്ടാക്കണല്ലേ? ഞാനാണ് സീനുണ്ടാക്കണല്ലേ? ഇനി ഒരിക്കൽ കൂടെ നിന്റെ ബുക്കിന്ന് ചോര വന്നോട്ടല്ല കാണാൻ ശ്രീകുട്ടൻ കാണൂല. ശ്രീകുട്ടൻ പിന്നെ ഇവിടെ നിൽക്കൂല. ശ്രീകുട്ടൻ പോയിക്കൊണ്ടെങ്കിൽ അറിയാമോ നിനക്ക്? നീ ജോലി ചെയ്. ആഗ്രഹം തീർന്നു വരെ ജോലി ചെയ്. എടാ കുട്ടു, ഈ ചെറുക്ക് എവിടെ പോണത്? ഗൗരിയമ്മയുടെ അടുത്ത്. ആകെ ടെൻഷൻ അടിച്ചാണ് പോയേട്ടാ. നീ ചെയ്യടി, നീ ജോലി ചെയ്. നീ ചാടിത്തുള്ളി നട. മൂക്കിന്ന് ചോര ഇങ്ങനെ ഒഴിവിട്ട്. ഒരു പണിയും ചെയ്യൂല. നിന്റെ മൂക്കിന്ന് ഞാൻ പറയണില്ല, തന്തയായിപ്പോയി.